മഹാകവി വള്ളത്തോളിൻ്റെ ശുദ്ധരിൽ ശുദ്ധൻ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ചൊല്ലുന്നത്. അയിത്തം എന്ന ദുരാചാരത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അയിത്തത്തിനെതിരെയുള്ള ഒരു ശക്തമായ ആഹ്വാനമാണ് ഈ കവിത. കോലായിലുമിട്ടുവെച്ചൊരു നെരിപ്പോടിൽ ജ്വാലയായി പാളി തീയിന്മാരുതാകമാഹ്ലാദം പെട്ടെന്ന കലത്തിൽ നിന്നൊരു ചെമ്പൊന്നിൻ പൂച്ചക്കുട്ടിതൻ ചാട്ടം കാണായി വീണ്ടും അതാവർത്തിച്ചു. ഒടുവിൽ നാലാമത്തെ ചാട്ടത്തിലിറയിന്മേൽ പിടിത്തം കിട്ടി. തനിക്കുദ്ദേശ്യം നിറവേറി. വൃദ്ധരും തരുണരും ബാലരുമായിട്ടൊരു 10-30 പേർകളകത്തു പലയിടത്തായി നിദ്രയിൽ കിടക്കുന്ന വലുതാം വീടൊന്നല്ലോ കത്തുന്നു പുകഞ്ഞിരുൾ കൊള്ളുകയായി വാനിൻ നെഞ്ചം. ചുട്ടെരിഞ്ഞാത്യാ മാറത്തടിച്ചും കൊണ്ടാ വീടുവിട്ടു വാനത്തേക്കോടും സമ്പദ്ദേവതയുടെ മാലികകളിൽ നിന്നു തെറിച്ച മണികളെപ്പോലവേ പാറി. ചെന്തീപ്പൊരികൾ ചുഴലവും ചൂടലക്കയാൽ ഞെട്ടിയുണർന്നു സംഭ്രാന്തരായി ചാടിനാർ. വെളിയിലേക്കാളുകൾ തെരുതെരേ തീയങ്ങു തളർത്തുവാൻ പാഞ്ഞു പാഞ്ഞണഞ്ഞതു തീയരും പുലയരും മറ്റു ഹീനരുമത്രേ. പാൽ തെളിക്കിടക്കയെ ഗണിയാതനുകമ്പേ പായ്ത്തുണ്ടിൽ ചുരുണ്ടുള്ള കിടപ്പോ നിനക്കിഷ്ടം. കിണഞ്ഞാൽ മുഴുനാശം വരില്ലെന്ന സാധുക്കൾ കിണറ്റിൽ നിന്നംഭസ്സു കോരുവാനോടിച്ചെൽകെ തോർത്തുമുണ്ടിനാൽ വീശിക്കൊണ്ടു തീനു ചുറ്റും വേർത്തു വീർത്തുഴറ്റോടെ നടക്കും ഗൃഹനാഥൻ. നീറെങ്കിൽ നീറാവട്ടെ വീടെല്ലാം നിലവിട്ടു കേറിയൻ കിണറു തൊട്ടശുദ്ധമാക്കായെന്നാൽ നായരേ ഭവാൻ തന്നെ ശുദ്ധരിൽ ശുദ്ധൻ. വീടുപോയാലെന്തനർഘമാം ജാതിയെ രക്ഷിച്ചല്ലോ. ഹാ കഷ്ടം മലയാളത്തറവാടൊക്കെ തന്നെ വേകുകയല്ലോ ചെയ്വതീ അയിത്തത്തിൻ തീയാൽ. ആ വിശുദ്ധിമാനായ നായർ തൻ പുരതിന്ന പാവകൻ പതിതനായി നിസ്തേജ പ്രസരനായി ആവിലതരമായ വെണ്ണീറ്റിൽ ചുകപ്പനാം ശ്വാവിനെ പോലെ പറ്റിക്കിടക്കും കിടപ്പല്ലോ. ഇന്നലെ അസ്തം വരെ പ്രശസ്തമൊരു ഗൃഹം നിന്ന നൽത്തോപ്പിൽ കണ്ടതിന്നുദിതനാ